കയറി കൃഷ്ണപിള്ള അലറിക്കൊണ്ട് ആ കുഞ്ഞിനെ പൊക്കിയെടുത്തു. ഒരു നായക്കുട്ടിയെ എടുത്തെറിയുന്ന ലാഘവത്തോടെ അവളെ പുറത്തേക്കുറഞ്ഞു. വാവിട്ടു നിലവിളിച്ചുകൊണ്ട് ആ കുഞ്ഞ് മുറ്റത്തെ പൂഴിമണലിൽ പോയി വീണു. കൃഷ്ണപിള്ള ഇത്രയും താണതരത്തിലുള്ള പ്രവൃത്തി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത അയ്യങ്കാളിയും കൂട്ടരും ഒരു നിമിഷം അമ്പരന്ന് നിന്നുപോയി. അടുത്ത നിമിഷം അവനെ പിടിക്ക് എന്ന് അണികൾക്ക് ഉത്തരവിട്ടുകൊണ്ട് വീണകിടക്കുന്ന പഞ്ചമിയെ അയ്യങ്കാളി ഓടിച്ചെന്ന് കോരിയെടുത്തു. കൃഷ്ണപിള്ളയാകട്ടെ കുഞ്ഞുലക്ഷ്മിയെ എടുത്തുകൊണ്ട് ക്ലാസ് മുറിയുടെ മറുവശത്തുകൂടി ഇറങ്ങിയോടി തന്റെ കൂട്ടർ സംഘടിച്ചു നിൽക്കുന്നിടത്ത് എത്തിച്ചേർന്നു. അയ്യങ്കാളിപ്പടെ രോഷകുലരായി അലറി വിളിച്ചുകൊണ്ട് ഇരകൾക്ക് മേൽ ചാടി വീണ് പ്രതിയോഗികൾ കൂട്ടിമുട്ടി. വൻ സംഘർഷം നടക്കവേ കൃഷ്ണപിള്ള കുഞ്ഞുലക്ഷ്മിയെയും കൂട്ടി വില്ലുവണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. പഞ്ചമിയെ എടുത്ത് പുറത്തെറിഞ്ഞ കൃഷ്ണപിള്ളയെ അവിടെ വെച്ച് തന്നെ തല്ലണമെന്നായിരുന്നു അയ്യങ്കാളിയുടെ പരിപാടി. അയാൾ രക്ഷപ്പെടുന്നത് കണ്ട് അയ്യങ്കാളി പിന്നാലെ പായാൻ ശ്രമിച്ചു. പക്ഷേ 60 മല്ലന്മാർ ഒരുമിച്ച് അയ്യങ്കാളിയെ ഒരുമിച്ച് തടഞ്ഞു. തല്ലി ഒതുക്കനടായി പിശാചുക്കളെ എന്ന് അയ്യങ്കാളി ഗർജിച്ചു. കുറുവഴി ചുഴറ്റി അയ്യങ്കാളി മുൻപോട്ട് കുതിച്ചു. അയ്യങ്കാളിയെ എതിർക്കാൻ വന്ന 5 പേരെ യാക്കോബ് ചട്ടമ്പി ഒറ്റയ്ക്ക് നേരിട്ടു. യാക്കോബിന്റെ മിന്നൽ വേഗത്തിലുള്ള തൊഴിയും മുറ്റുചുരുട്ടി മൂക്കിനുള്ള ഇടിയും കന്നം പൊടിയുന്ന തല്ലും കൊണ്ടവരാരും പിന്നെ എതിർക്കാൻ നിന്നില്ല. പക്ഷേ സംഘട്ടന നിമിഷം പ്രതി പെരുകിക്കൊണ്ടിരുന്നു. കുറഞ്ഞത് 60 ചെറുസംഘങ്ങളെങ്കിലും ചേരിതിരിഞ്ഞ് ഒരേ സമയം നിന്ന് തല്ലിക്കൊണ്ടിരുന്നു. അയ്യങ്കാളി എല്ലായിടത്തും ഓടി നടന്നു അടിച്ചുതുക്കിനടായി പിശാചുക്കളെ എന്ന് ഗർജിച്ചുകൊണ്ടിരുന്നു. ഊരൂട്ടമ്പലത്തെ സംഘട്ടനം കേട്ടറിഞ്ഞ് ബാലരാമപുരത്തു നിന്നും മറ്റും സമീപ ഗ്രാമങ്ങളിൽ നിന്നും സവർണ അവർണ സംഘങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. എന്നാൽ ഈ സംഘങ്ങൾ വഴിയിൽ പരസ്പരം കണ്ടിടത്തൊക്കെയും ഏറ്റുമുട്ടലുണ്ടായി. വൈകുന്നേരത്തോടെ വലിയൊരു പ്രദേശം മുഴുവൻ ലഹളയിൽ അമർന്നു. ഏറ്റുമുട്ടലിൽ അപ്പോഴും അയിത്തജാതിക്കാർ ജയിച്ചു നിന്നു. കാരണം അവർക്ക് ഉശിരനായ ഒരു പടനായകനുണ്ടായിരുന്നു. ആഞ്ഞുകൊടുക്കാനും അവരോടൊപ്പം നിന്ന് പോരാടാനും ശ്രീമാൻ അയ്യങ്കാളിയുള്ളതുകൊണ്ട് അവരൊരിക്കലും ഭയപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിന്റെ സമുദായക്കാർ തോൽക്കാൻ മനസ്സില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്ന് മറുവശത്ത് അങ്ങനെയൊരു നായകനുണ്ടായിരുന്നില്ല. കൃഷ്ണപിള്ള ഉത്തരവുകൾ കൊടുത്ത ശേഷം തന്റെ നാലുകെട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്. വൈകുന്നേരത്തോടെ മുഖാമുഖമുള്ള പോരാട്ടം ഏതാണ്ട് ശമിച്ചു. ഇരുഭാഗത്തുമുള്ള 100 കണക്കിന് ആളുകൾ പരുക്കേറ്റു. കൈകാലുകൾ ഒടിഞ്ഞും മുഖം ചതഞ്ഞും അനേകം പേർ വീണു. ഒടുവിൽ പടക്കളത്തിൽ കൊലവിളികളുമായി അവശേഷിച്ചത് അയ്യങ്കാളിയും കൂട്ടരും മാത്രമാണ്. സവർണഗുണ്ടകൾ ചിഹ്നച്ചിതറിയിരുന്നു. പക്ഷെങ്കിൽ അവർ മാളങ്ങളിൽ ഒളിക്കുകയല്ല ചെയ്തത്. അയിത്തജാതിക്കാരുടെ ഒറ്റപ്പെട്ട വീടുകൾ അവർ കടന്നാക്രമിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മൃഗീയ മർദ്ദനത്തിനിരയാക്കി. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടതായും കേട്ടുകേൾവിയുണ്ട്. ചിലയിടങ്ങളിൽ കുടികൾക്ക് നേരെ തീയിട്ടുകൊണ്ടാണ് സവർണഗുണ്ടകൾ പകരം വീട്ടിയത്. ഇതിനുള്ള തിരിച്ചടിയും അതിഭയങ്കരമായിരുന്നു. അയ്യങ്കാളിപ്പട കത്തിച്ച ചൂട്ടുകറ്റുകളും വീശി അലറിപ്പാഞ്ഞു നടന്നു. സവർണഗുണ്ടകളെ വീടുകയറി തല്ലി. പല സവർണ ഭവനങ്ങളും അഗ്നിക്കിരയാക്കി. 90-ാം ആണ്ട് ലഹള എന്ന പിൻകാലത്ത് കുപ്രസിദ്ധിയാർജിച്ച സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജന്മി കൃഷ്ണപിള്ളയെ പിടിക്കണം, എങ്കിലേ യവന്മാര് ഒതുങ്ങൂ എന്ന് അയ്യങ്കാളി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പന്തവും കൊളുത്തി എല്ലാവരും എന്റെ പുറകെ പോരെ, നേരെ അയ്യങ്കാളിയുടെ വീട്ടിലേക്ക് എന്ന് അദ്ദേഹം ആക്രോശിച്ചു. പകലത്തെ പോരാട്ടം കൊണ്ട് ആവേശം തുടിക്കുന്ന ചോരയിലും ചെളിയിലും മുങ്ങിയ ആ സംഘം കൊളുത്തിയ ബന്ധങ്ങളും ഉയർത്തിപ്പിടിച്ച് ആവേശത്തോടെ മുദ്രാവാക്യങ്ങളും മുഴക്കി ജന്മി കൃഷ്ണപിള്ളയുടെ കൊട്ടാരം വീട്ടിലേക്ക് നീങ്ങുകയാണ്. ഒരു ദിവസം മുൻപ് 92 അടി അകലെ മാത്രം നിൽക്കാൻ ധൈര്യപ്പെട്ടിരുന്ന അയിത്തവർഗം അതിർത്തിവേലികൾ ഭേദിച്ച് പടിപ്പുരയും കടന്ന് 4 കെട്ട് വളഞ്ഞു. അകത്തമ്മമാരും ഭൃത്യന്മാരും വാതിലുകളെ വലിച്ചടച്ച് അകത്തൊളിച്ചു. എങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. പന്തം കൊളുത്തിയ അയ്യങ്കാളിപ്പട ഒരു തീപ്പാമ്പ് പോലെ 4 കെട്ട് വളഞ്ഞിരിക്കുകയാണ്. ഭൂമുഖത്തു നിന്ന് അയ്യങ്കാളി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ കൃഷ്ണപിള്ളേ, ഇറങ്ങി വാടാ. ഇത്തിരി പോന്ന കുഞ്ഞിനെ തൂക്കിയെറിഞ്ഞ നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നു കരുതിയോ? മറുപടിക്ക് വേണ്ടി കാത്തു. പക്ഷെ ആളനക്കമുണ്ടായില്ല. അല്പം കൂടി കാത്ത ശേഷം അയ്യങ്കാളി വീണ്ടും വിളിച്ചു, കൃഷ്ണപിള്ളേ, തന്റെ വീടിനെ ഞങ്ങൾ 4 പുറത്തുനിന്നും തീ വയ്ക്കും. നീയും കുട്ടിയോളും വെന്തുപോകും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ പുറത്തു വാ. പൂമുഖവാതിൽ തുറക്കപ്പെട്ടു. മുഷിഞ്ഞ വേഷ്ടിയും 2-ാം മുണ്ടും ധരിച്ച് ഒരു വൃത്തപരിചാരകൻ പുറത്തു വന്നു. അയാൾ ജ്വരബാധിതനെ പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. യജമാനൻ ഇവിടെയില്ല, അയാൾ പറഞ്ഞു. കള്ളം പറയാതെടൂ. മച്ചിൽ തീ കയറിയിട്ടടങ്ങുമ്പോൾ തന്റെ യജമാനൻ എലിയെപ്പോലെ പുറത്തു ചാടും. അത് കാണണോ തനിക്ക്? അയ്യങ്കാളി ചോദിച്ചു. ആവേശം തുടിച്ചു നിൽക്കുന്ന തന്റെ കൂട്ടർ മച്ചിനു മുകളിലേക്ക് തീപ്പന്തങ്ങൾ എറിയുമെന്ന് അയ്യങ്കാളിക്ക് തോന്നി. അദ്ദേഹം അവരെ ആംഗ്യം കാട്ടി ശക്തമായി വിലക്കി.
കാവിൽ ഭഗവതിയാണ് എന്റെ പരദൈവങ്ങളാണ് സത്യൻ, യജമാനൻ ഇവിടില്ല. വൃദ്ധൻ താണു തൊഴുതുകൊണ്ട് പറഞ്ഞു. അയാൾ പറയുന്നത് ശരിയാണെന്ന് അയ്യങ്കാളിക്ക് തോന്നി. എങ്കിൽ തന്റെ യജമാനന്റെ കെട്ടിയവളെ വിളിക്ക്, അവര് പറയട്ടെ. അയ്യങ്കാളി പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം മുകൾ നിലയിലെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു തൂക്കുവിളക്ക് ഉയർത്തിപ്പിടിച്ച് കൃഷ്ണൻപിള്ളയുടെ ഭാര്യ ലക്ഷ്മിയും മകൾ കുഞ്ഞു ലക്ഷ്മിയും മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇവിടില്ലെന്ന് പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ തീപ്പന്തമറിഞ്ഞാൽ ഞാനും ഈ കുഞ്ഞും വെന്തു മരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളീൻ. ലക്ഷ്മിയുടെ സ്വരത്തിൽ നിസ്സഹായനായിരുന്ന അയ്യങ്കാളി തൻ ജനത്തെ വിലക്കി. ഞങ്ങളുടെ ഈ കുഞ്ഞിനെ, പ്രായമുള്ള പഞ്ചമിയെ കൃഷ്ണൻപിള്ള എടുത്ത് പുറത്തെറിഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യങ്കാളി ചോദിച്ചു. അത് ശരിയാണെന്ന് എനിക്കൊട്ടും തോന്നണില്ല. എല്ലാ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്ന വിചാരം, ലക്ഷ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയ്യങ്കാളി തണുത്തു. കൂട്ടരെ, നമുക്ക് പോകാം, അയ്യങ്കാളി വിളിച്ചു. അനുയായികൾ പിന്തുടർന്നു. അവർ ഊരൂട്ടമ്പല കവലയിലെത്തിയപ്പോൾ സ്കൂൾ നിന്ന് കത്തുകയായിരുന്നു. രക്ഷിക്കാനാവാത്തവണ്ണം തീ പടർന്നു കഴിഞ്ഞിരുന്നു. ഓരോ മുളയിഴകളും തൂണുകളും കത്തിയമർന്നു നിലം പൊത്തിയിരിക്കുന്നു. അയ്യങ്കാളിയും കൂട്ടരും നിന്നു. അപ്പോൾ വെളുപ്പിന് 1 മണിയായിരുന്നു സമയം. ലഹളയുടെ പൊട്ടലും ചീറ്റലും പിന്നെയും ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്നു. ഗ്രാമാന്തരങ്ങളിൽ 1ഉം 2ഉം തല്ലി ഒരാഴ്ചയോളം സംഘട്ടനം അവസാനിച്ചു. ഈ ലഹള കൊണ്ട് അയ്യങ്കാളിക്കുണ്ടായ നേട്ടം 100 വർഷത്തിനു ശേഷം ഇന്നും നിലനിൽക്കുന്നു. സർക്കാർ ഉത്തരവിനെ അവഗണിച്ച് സവർണ മുഷ്കുകൊണ്ട് മാത്രം അയിത്തജാതിക്കാരെ സ്കൂളിന് പുറത്ത് നിർത്താനാവില്ലെന്ന് തെളിയിച്ചു കൊടുക്കാൻ മഹാനായ അയ്യങ്കാളിക്ക് കഴിഞ്ഞു. സ്കൂളിന് തീവച്ചത് സവർണരാണെന്നും അയിത്തക്കാരാണെന്നും വ്യത്യസ്തമായ ആരോപണങ്ങളുണ്ടായി. പക്ഷേ അയ്യങ്കാളി മുന്നേ തന്നെ നിയമസഹായം നേടിയിരുന്നു. അയിത്തജാതിക്കാരിയിരുന്ന് അശുദ്ധമാക്കിയ സ്കൂൾ ഇനി വേണ്ട എന്ന് കൃഷ്ണൻപിള്ള ജന്മി പരസ്യമായി പറഞ്ഞതിന് സാക്ഷികളുണ്ടായിരുന്നു. ആ തെളിവിന്റെ വെളിച്ചത്തിൽ അയ്യങ്കാളി കൃഷ്ണൻപിള്ളയ്ക്കെതിരെ കേസ് കൊടുത്തു. പക്ഷെങ്കിൽ കോടതിയിൽ കേസ് വിജയിച്ചില്ല. സംഭവം നടക്കുമ്പോൾ കൃഷ്ണൻപിള്ള പോലീസ് കമ്മീഷണറുടെ വീട്ടിലായിരുന്നുവെന്ന് കമ്മീഷണർ തെളിവ് നൽകി. അങ്ങനെ കേസിൽ നിന്ന് കൃഷ്ണൻപിള്ള രക്ഷപ്പെട്ടുവെങ്കിലും അയാളുടെ ആത്മവിശ്വാസത്തിന് ഇടിവ് തട്ടും വണ്ണം അയിത്തജാതിക്കാർക്കെതിരെയുള്ള പ്രതിരോധ നിരകളിൽ നിന്നും വിള്ളൽ വീഴുവാനും ഈ സംഭവങ്ങൾ കാരണമായി. ഊരൂട്ടമ്പലം കേന്ദ്രമായി കത്തിക്കാളിയ ലഹളയുടെ തീപ്പൊരികൾ പറന്നു വീണത് സമീപ പ്രദേശങ്ങളായ മാരായമുട്ടം, വെങ്ങാനൂർ, പെരുമ്പഴുതൂർ, കുന്നത്തുകാൽ മുതലായ സ്ഥലങ്ങളിലാണ്. ഇവിടെയൊക്കെ തീപ്പൊരി ആളിക്കത്തി. ഈ സ്ഥലങ്ങളിലൊക്കെ പുലയരും നായരും കണ്ടിടത്തൊക്കെ ഏറ്റുമുട്ടി. സാധാരണക്കാരായ ഈഴവരും നായന്മാരോട് ചേർന്നുനിന്ന് പുലയർക്കെതിരെ മർദ്ദനം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. അന്നും പുലയരെപ്പോലെ ഈഴവരും അയിത്തജാതിക്കാരായിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹളയുടെ പ്രകമ്പനങ്ങൾ ഒതുങ്ങി ഇനി പാളയത്തിലേക്ക് മടങ്ങിയേക്കാമെന്ന് അയ്യങ്കാളി ചിന്തിച്ചില്ല. ഭൂകമ്പത്തിനു ശേഷം തുടർ ചലനങ്ങളുണ്ടാക്കാനായി സവർണ മനസ്സുകളിലെ ഞെട്ടലുകൾ ഒതുങ്ങും മുമ്പേ അദ്ദേഹം അയിത്തജാതി കുട്ടികളുമായി സ്കൂൾ വരാന്തകളിൽ കയറിയിറങ്ങി തുടങ്ങി. പല സ്കൂളുകളിലും പരിമിതമായ തോതിലെങ്കിലും തന്റെ സമുദായത്തിലെ കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1000 വർഷം പഴക്കമുള്ള വ്യവസ്ഥിതിയുടെ കരിങ്കൽ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞു. ഇന്നും ആ വിള്ളൽ വലിയ വിളർപ്പായി മാറി. ഇന്നും സ്കൂളുകളിൽ അയ്യങ്കാളിയുടെ കുട്ടികൾ 10ാം ക്ലാസും +2വും ഡിഗ്രിയും MAയും നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ആശ്ചര്യകരമായി തുടരുകയാണ്.